നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ കഥാവിശകലനത്തിലേക്ക് നിങ്ങൾക്ക് വലിയൊരു സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ കുട്ടിക്കാലം തൊട്ടേ കേട്ട് വളർന്ന, എന്നാൽ ഇന്നും വളരെ പ്രസക്തമായ ഒരു കിഡിലൻ കഥയാണ്. അതെ, ആനയും ഉറുമ്പും. തീരെ ചെറിയൊരു ജീവി എങ്ങനെയാണ് തന്നേക്കാൾ 1000 മടങ്ങ് വലുപ്പമുള്ള ഒരു ശക്തിയെ മലർത്തിയടിക്കുന്നത് എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത്. അപ്പോ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ ഈ കഥയുടെ ഉള്ളറകളിലേക്ക് കിടക്കാം, അല്ലേ? ഇതിലേക്ക് കടക്കുന്നതിനു മുൻപ് എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ശരിക്കും ഈ ശരീരവലിപ്പമാണോ ഒരാളുടെ യഥാർത്ഥ ശക്തി നിർണ്ണയിക്കുന്നത്? നമ്മൾ പൊതുവെ എന്താ വിചാരിക്കാറ്? വലിയ ശരീരമുള്ളവരാണ് ലോകത്തിലെ ഏറ്റവും ശക്തരെന്ന്, അല്ലേ? പക്ഷെ അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുമോ? ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ടുവേണം നമ്മളിനി മുന്നോട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ. നോക്കൂ, ഇവിടെ നമുക്ക് പ്രധാനമായും 2 കഥാപാത്രങ്ങളാണുള്ളത്. ഒരു വശത്ത് കാട്ടിലെ ഏറ്റവും വലിയ മൃഗമായ ഗുണ്ട എന്നു പേരുള്ള നമ്മുടെ ആന. പേരുപോലെ തന്നെ അവൻ വലിയൊരു ഗുണ്ടയാണ് കേട്ടോ. ഭയങ്കര അഹങ്കാരിയും മറ്റുള്ളവരെ എപ്പോഴും ഉപദ്രവിക്കുന്ന പ്രകൃതക്കാരനും. ഇനി മറുവശത്തോ പിപ്പെന്നു പേരുള്ള തീരെ ചെറിയൊരുറുമ്പ്. കാണാൻ വളരെ ചെറുതാണെങ്കിലും അവൾ ഭയങ്കര കഠിനാധ്വാനിയാണ്, അതുപോലെ തന്നെ നല്ല നിശ്ചയദാർഢ്യമുള്ളവളും. ചുരുക്കിപ്പറഞ്ഞാൽ ഗുണ്ടയുടെ ഈ വലിയ ശരീരവും പിപ്പിന്റെ ആത്മധൈര്യവും തമ്മിലുള്ളൊരു ഗംഭീര പോരാട്ടമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഈ ഗുണ്ട വെറും ഒരു ആനയായിരുന്നില്ല, കാട്ടിലെ ഏറ്റവും വലിയ ശല്യക്കാരനായിരുന്നു. താനാണ് അവിടുത്തെ ഏറ്റവും വലിയവൻ എന്നൊരു അഹങ്കാരം അവനുണ്ടായിരുന്നു. അവൻ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയിരുന്നെന്നറിയാമോ? സമാധാനമായി വിശ്രമിക്കുന്ന പക്ഷികളുടെ മേൽ വെള്ളം ചീറ്റും, പാവം മാനുകൾ പോകുന്ന വഴി തടസ്സപ്പെടുത്തും. അതുമാത്രമല്ല, പേടിച്ചോടുവ ചെറിയ മൃഗങ്ങളെ നോക്കി അവൻ പരിഹസിച്ച് ചിരിക്കുകയും ചെയ്യും. പോരാത്തതിന് അർദ്ധരാത്രിയിൽ ഉറങ്ങുന്ന കുരങ്ങുങ്ങളെ ശല്യം ചെയ്യാൻ വേണ്ടി മാത്രം ഉറക്കെ ചിഹ്നം വിളിക്കുക. അതായത് ചുറ്റുമുള്ളവരെല്ലാം തനിക്ക് താഴെയാണെന്നൊരു തരം ക്രൂരമായ മനോഭാവമായിരുന്നു അവന്റേത്. ഒറിജിനൽ കഥയിലെ ഈയൊരു ഭാഗം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു ദിവസം ഇങ്ങനെ നദിയിലേക്ക് പോവുകയായിരുന്ന ഗുണ്ട ഭക്ഷണവുമായി പോകുന്ന ഒരു കൂട്ടം ഉറുമ്പുകളെ കാണുകയാണ്. ആ കൂട്ടത്തിന്റെ ഏറ്റവും മുന്നിലായിരുന്നു നമ്മുടെ മെയിൻ ആളായ പിപ്പുണ്ടായിരുന്നത്. അതെ, ഇവിടെ വെച്ചാണ് ആ കൂറ്റൻ ആനയുടെയും ആ തീരെ ചെറിയ ഉറുമ്പുകളുടെയും വഴികള് കൂട്ടിമുട്ടുന്നത്. എന്താവും അവിടെ സംഭവിക്കാൻ പോകുന്നത്? ആ കൂറ്റൻ കാലുകൾ തങ്ങളുടെ മുന്നിൽ ഉയർന്നപ്പോൾ പിപ്പെന്ന ആ ചെറിയ ഉറുമ്പ് ഭയന്നോടിയില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പകരം അവൾ വളരെ ധൈര്യത്തോടെ അവനോട് സംസാരിച്ചു. അവൾ പറയുകയാണ്, ദയവായി ശക്തനായ ഗുണ്ട, താങ്കളിവിടെ ചവിട്ടിയാൽ ഈ വരുന്ന ശൈത്യകാലത്തേക്ക് വേണ്ടി ഞങ്ങൾ ആഴ്ചകളോളം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതെല്ലാം നശിച്ചുപോകും. എന്റെ കുടുംബത്തിലെ പലർക്കും പരിക്കേൽക്കും. ഒന്നാലോചിച്ചു നോക്കൂ, സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരു പർവ്വതം പോലെയുള്ള ആനയുടെ മുന്നിൽ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന ആ ചെറിയ ഉറുമ്പിന്റെ ധൈര്യം അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുന്നതാണത്. അപ്പോ ഈ അപേക്ഷ കേട്ടപ്പോ ഗുണ്ടയ്ക്ക് അല്പമെങ്കിലും മനസ്സലിവ് തോന്നിയോ? ഇല്ല. അവന്റെ അഹങ്കാരം അത്രത്തോളം വലുതായിരുന്നു. അവൻ വളരെ ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, കാട്ടിലെ രാജാവെന്തിന് തന്റെ കാലിനടിയിലുള്ള വെറും പൊടിയെക്കുറിച്ച് ചിന്തിക്കണം? ഉറുമ്പുകളുടെ കഷ്ടപ്പാടോ അവരുടെ കുടുംബമോ ഒന്നും അവനൊരു വിഷയമേ ആയിരുന്നില്ല. ശരിക്കും ഒരു അഹങ്കാരിയായ വില്ലന്റെ പതനത്തിന് തുടക്കം കുറിക്കുന്ന വാചകമാണിത്. അഹങ്കാരം നിറഞ്ഞ വാക്കുകൾ പറഞ്ഞതു മാത്രമല്ല അവൻ ചെയ്തത്. വളരെ ക്രൂരമായ ഒരു പുഞ്ചിരിയോടെ അവൻ തന്റെ വലിയ തുമ്പിക്കൈയിലൂടെ ശക്തമായി ഒരൊറ്റ ഊത്ത്. ആ വലിയ കാറ്റിൽ പാവം ആ ഉറുമ്പുകളും അവർ അത്രയും കഷ്ടപ്പെട്ട് ശേഖരിച്ച ഭക്ഷണവും അവിടുത്തെ പുല്ലുകൾക്കിടയിലേക്ക് ചിതറിത്തെറിച്ചുപോയി. ആ നിസ്സഹായരായ ചെറിയ ജീവികളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. യാതൊരു പ്രകോപനവുമില്ലാതെ തികച്ചും തന്റെ വിനോദത്തിനു വേണ്ടിയാണ് അവൻ അവരുടെ ജീവിതം നശിപ്പിച്ചത്. മറ്റുള്ള ഉറുമ്പുകളെല്ലാം ജീവനും കൊണ്ട് പേടിച്ചോടിയപ്പോൾ നമ്മുടെ പിപ്പിന്റെ ഉള്ളിൽ ഭയത്തിനു പകരം ദേഷ്യമാണ് ഇറച്ചു കയറിയത്. വളരെ നിശബ്ദമായ, എന്നാൽ അതിശക്തമായ ഒരു ദേഷ്യം. വലിയ ശരീരമുണ്ട് എന്നത് മറ്റുള്ളവരോട് ക്രൂരമായി പെരുമാറാനുള്ള ഒരു ലൈസൻസ് അല്ലെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. ശരിക്കും ഈ കഥയിലെ ഏറ്റവും വലിയ വഴിത്തിരിവാണിത്. ആ ചെറിയ ഉറുമ്പ് ആ വലിയ അഹങ്കാരിയെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ തീരുമാനിക്കാണ്. അപ്പോ അവൾ എങ്ങനെയാണ് തിരിച്ചടിക്കുന്നതെന്ന് നോക്കാം. വളരെ കൃത്യമായ തന്ത്രപരമായ ഒരു നീക്കമായിരുന്നു അത്. ഒന്നാമത്തെ ഘട്ടം, അവൾ വേഗം ആനയുടെ കാലിനടുത്തേക്ക് ഓടിയെത്തി. രണ്ടാമതായി, ആ പരുക്കൻ കാലിലൂടെ അതിവേഗം മുകളിലേക്ക് കയറി അവന്റെ തുമ്പിക്കൈയിലെത്തി. മൂന്നാമതായി, തുമ്പിക്കൈയുടെ ഉള്ളിലെ ഏറ്റവും മൃദുവായ ഭാഗം അവൾ കൃത്യമായി കണ്ടെത്തി. ഇനി നാലാമത്തെ ഘട്ടം, അവിടെ അവൾ തന്റെ സർവ്വശക്തിയുമെടുത്ത് ശക്തമായി ഒറ്റക്കടി. ഉറുമ്പിന്റെ ആ ചെറിയ കടി ആ വലിയ ആനയ്ക്ക് ഒരു വലിയ ഇരുമ്പ് സൂചി കുത്തിയിറക്കുന്നതുപോലെയാണ് അനുഭവപ്പെട്ടത്.
അവൻ അതികഠിനമായ വേദന കൊണ്ട് പുളഞ്ഞുപോയി. അല്പം മുൻപ് വരെ കാട്ടിലെ ഏറ്റവും വലിയ അഹങ്കാരിയായിരുന്ന ഗുണ്ട ഉറക്കെ നിലവിളിച്ചു, "നിർത്തൂ, ദയവായി നിർത്തൂ!" അവന്റെ ആ പഴയ അഹങ്കാരമെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് കാറ്റിൽ പറന്നുപോയി എന്ന് പറയാമല്ലോ. തനിക്ക് കാണാൻ പോലും കഴിയാത്തൊരു ചെറിയ ശത്രുവിനു മുന്നിൽ ആ വലിയ രൂപം തികച്ചും നിസ്സഹായനായി മാറിപ്പോയി. പിപ്പ് അതുകൊണ്ടൊന്നും നിർത്തിയില്ല. അവൾ അവിടെ കിടന്ന് വീണ്ടും വീണ്ടും കടിച്ചുകൊണ്ടേയിരുന്നു. സഹിക്കാൻ പറ്റാത്ത വേദന കാരണം ഗുണ്ട വട്ടത്തിൽ തുള്ളിച്ചാടാനും മരങ്ങളിൽ തന്റെ തുമ്പിക്കൈ ആഞ്ഞടിക്കാനും തുടങ്ങി. എങ്ങനെയെങ്കിലും ആ ഉറുമ്പിനെ പുറത്താക്കാൻ അവൻ കിണഞ്ഞു ശ്രമിച്ചു. പക്ഷേ നടന്നില്ല. കാട്ടിലെ ഏറ്റവും വലിയ ജീവി, സ്വന്തം കണ്ണിൽ പോലും കാണാൻ കഴിയാത്ത ഒരു ചെറിയ ഉറുമ്പിനു മുന്നിൽ മുട്ടുകുത്തുന്ന ഒരു അത്യപൂർവ കാഴ്ചയാണിത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. തന്നെ ഉപദ്രവിച്ചവനോട് വെറുതെ പകരം ചോദിക്കുക മാത്രമല്ല പിപ്പി ചെയ്തത്. അവൾ അവസരം വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചു. ആ തുമ്പിക്കൈയുടെ ഉള്ളിലിരുന്ന് അവൾ ചോദിച്ചു, "മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് നീ നിർത്തുമോ? വലിയവരോട് കാണിക്കുന്നത് പോലെ തന്നെ ചെറിയവരോടും നീ ഇനിമുതൽ ബഹുമാനം കാണിക്കുമോ?" വേദന കൊണ്ട് ഗതികെട്ട ഗുണ്ട ഇനി മേലാൽ താൻ ആരെയും ഉപദ്രവിക്കില്ലെന്നും എല്ലാവരെയും ബഹുമാനിക്കുമെന്നും അവൾക്ക് വാക്കുകൊടുത്തു. അങ്ങനെ തന്റെ ബുദ്ധി കൊണ്ട് കാട്ടിലാകെ അവൾ സമാധാനം കൊണ്ടുവരികയാണ്. വേദന കൊണ്ട് തളർന്ന് അഹങ്കാരമെല്ലാം നശിച്ചു നിൽക്കുന്ന ഗുണ്ടയെ വിട്ട് പിപ്പ് പുറത്തേക്ക് വന്നു. ഒറിജിനൽ കഥയിലെ ഈ ഭാഗം ശ്രദ്ധിച്ചാൽ ഈ കഥയുടെ യഥാർത്ഥ കാതൽ എന്താണെന്ന് നമുക്ക് വ്യക്തമാകും. ഒരാളുടെ വലിപ്പം നോക്കി ഒരിക്കലും അവരുടെ കഴിവിനെ വിലയിരുത്തരുത് എന്നതാണ് ഈ കഥ നൽകുന്ന ഏറ്റവും വലിയ പാഠമെന്ന് ഇത് അടിവരയിട്ടുറപ്പിക്കുന്നു. അപ്പോ എന്താണ് യഥാർത്ഥ ശക്തി? അത് വലിയ ശരീരമോ ഉരുണ്ട മസിലുകളോ ഒന്നുമല്ല. അത് നിങ്ങളുടെ സ്വഭാവത്തിലും നിങ്ങൾ മറ്റുള്ളവരോട് കാണിക്കുന്ന ദയയിലുമാണ് ഇരിക്കുന്നത്. ശാരീരികമായ വലിപ്പമെന്നത് വെറുമൊരു തോന്നൽ മാത്രമാണ് സുഹൃത്തുക്കളെ. ഉറച്ച നിശ്ചയദാർഢ്യവും നല്ല സ്വഭാവവുമുണ്ടെങ്കിൽ എത്ര ചെറിയവനും ഒരു വലിയ ഭീമനെ മുട്ടുകുത്തിക്കാൻ സാധിക്കുമെന്ന് നാം എപ്പോഴും ഓർക്കണം. അങ്ങനെ നമ്മൾ ഈ കഥാവിശകലനത്തിന്റെ അവസാന ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ ഗംഭീര കഥ കേട്ടതിനു ശേഷം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളതിതാണ്: നിങ്ങളുടെ സ്വന്തം ജീവിതത്തില് യഥാർത്ഥ ശക്തിയെ നിങ്ങൾ ഇനി എങ്ങനെയാണ് അളക്കാൻ പോകുന്നത്? വെറുമൊരു ശരീരത്തിന്റെ വലിപ്പം കൊണ്ടാണോ, അതോ ആ വ്യക്തിയുടെ സ്വഭാവം കൊണ്ടാണോ? ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈ ഒരു വിശകലനം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വിഷയവുമായി നമുക്ക് അടുത്ത തവണ കാണാം. നന്ദി.